ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ് പ്ലസ് എന്ന് പറയുന്ന റൂം കാറ്റഗറിയാണ്. ലൈക്ക് നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കൊരു ചെറിയൊരു റൂം സ്പേസ് പോലെയുണ്ട്. ഇവിടെ സോഫ സീറ്റിങ്സ് ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പുറത്ത് തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ടോയ്ലറ്റിന് ഉള്ളിൽ പോകാതെ തന്നെ. പിന്നെ ഇവിടെ ഒരു ചെയർ ഉണ്ട്. അതുപോലെ അഗെയിൻ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ ബെഡുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ടി വി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 55 ഇഞ്ചിൻ്റെ വലിയ ബിഗ് ടി വിയാണ്. പിന്നെ വാർഡ്രോബ് ഉണ്ട്, ലൈക്ക് വലിയൊരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ വന്നിട്ട് ബൈസ്റ്റാൻഡറിൻ്റെ ബെഡുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ, ഒരു ചെയർ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡെയിലി 2 കുപ്പി വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ്സസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ടവൽസ്, പേഷ്യൻറ്റിനുള്ള ടവൽസും ഒക്കെ ഇവിടെ റൂമിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് വാഷ്റൂം. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ്. സെപ്പറേറ്റ് ബാത്ത് ഏരിയ, വാഷ് ബേസിൻ ഇതെല്ലാം തന്നെ ഉണ്ട്. നല്ല ക്ലീനാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യൻറ്റിനുള്ള പേസ്റ്റ്, ബ്രഷ്, ഷാംപൂ, ബോഡി വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡഡ് ആണ്. ടിഷ്യൂസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു റിസോർട്ടിൻ്റെ പോലത്തെ സ്റ്റേയുടെ സെറ്റപ്പുകളെല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് പ്ലസ് എന്ന് പറയുന്ന റൂം കാറ്റഗറി രാജഗിരിയുടെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പേഷ്യൻറ്റിനുള്ള 4 times ഫുഡ്, ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറ്, പിന്നെ സ്നാക്സ്, ടീ ആൻഡ് സ്നാക്സ്, ഇങ്ങനെ 4 timesനുള്ള ഫുഡും അതുപോലെ തന്നെ ഡെയിലി പേഷ്യൻറ്റിനുള്ള ഡ്രസ്സ്, ബ്ലാങ്കറ്റ്സ്, ടവൽസ്, അങ്ങനത്തെ ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം തന്നെ ഈ റൂം പ്രൈസിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ഇതിൻ്റെ റൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. 5800 വരുന്നുണ്ട് പെർ ഡേ റൂം റെൻറ്റ് പ്ലസ് നഴ്സിംഗ് ചാർജസ് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇതിലും റേറ്റ് കുറഞ്ഞ റൂംസ് ഉണ്ട്, ലൈക്ക് സിംഗിൾ AC റൂംസ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3600 ഉള്ളൂ. ഈ പറയുന്ന ബേസിക് അമ്യൂണിറ്റീസും ഫെസിലിറ്റീസും എല്ലാം അവൈലബിൾ ആണ്. റൂം സൈസിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കയറി വന്നോടനെ കണ്ട ഒരു സ്റ്റോറേജ് സ്പേസും ചെറിയൊരു റൂം പോലെയുള്ള സ്പേസിൽ അതൊന്നും കാണില്ല എന്നുള്ളൂ. പക്ഷെ ബാക്കി ഓൾമോസ്റ്റ് പറഞ്ഞ എല്ലാവിധ ബേസിക് ഫെസിലിറ്റീസും ആ റൂമിനും ഉണ്ട്. അതിനാണെങ്കിൽ 3600 ഉള്ളൂ. അതുപോലെ സിംഗിൾ നോൺ AC റൂമിനാണെങ്കിൽ 2900 ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നോൺ AC ആയിരിക്കും. അതുപോലെ തന്നെ കയറി വന്നപ്പോഴത്തെ സ്പേസ് കാണില്ല. അങ്ങനത്തെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ.